ഫർണിച്ചറിന്റെ വണ്ടി എത്തിയായിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പുതിയ ജ്വല്ലറി ഒക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഒരു നല്ല തുടക്കമാകട്ടെ അല്ലേ. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ലഞ്ച് പൊട്ടറ്റോ സ്റ്റൂവും അപ്പവുമാണ്. അപ്പൊ അങ്ങനെ സെയിലിൽ എടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ്. കാസ്റ്റ് അയൺ ആണ് ഇത്. ഇനി അടുത്തത് ഈ ഒരു പാത്രമാണ്. ഇതിൽ എന്താ ഇരിക്കുന്നത്? ഇത് ഇനി തൊട്ട്. അപ്പൊ ഈ പ്ലേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഡൈനിങ് ടേബിൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ 10 മിനിറ്റ്സിനുള്ളിൽ അതിന്റെ ഡെലിവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ഒന്ന് റെഡി ആവട്ടെ. അവർ വരുന്നതിനപ്പുറമായിട്ട് എനിക്ക് വേഗം തന്നെ ചെന്നിട്ട് എവിടെയാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം ഞാൻ വേഗം റെഡി ആവട്ടെ. അപ്പോൾ 10 മിനിറ്റ്സിൽ ഫർണിച്ചർ വരുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫർണിച്ചറൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് മേടിക്കുക എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ വിലയല്ല, അത് നമ്മൾ കുറേ വർഷത്തിന് ചിലപ്പോൾ നമ്മൾ അത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അത്രയും ദിവസം നമ്മളത് ഉപയോഗിക്കുമ്പം നമുക്കതിൻ്റെ ആ ഒരു എസ്തറ്റിക് ലുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മളുടെ ഡൈനിങ് ഏരിയ ഇത്രയാണുള്ളത്, ഇവിടെ ഇങ്ങനെയായിരിക്കും, ഇത്രയുള്ള ഒരു ഡൈനിങ് ടേബിൾ ആയിരിക്കും നമുക്ക് ഇടാൻ പറ്റുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണുമല്ലോ. പിന്നെ ഏത് കളറ് വേണം, പിന്നെ നമുക്ക് ബ്രൂസ് ഉള്ളത് കാരണം, ക്യാറ്റ് ഉള്ളത് കാരണം കൊണ്ട് അവൻ സ്ക്രാച്ച് ചെയ്യില്ലാത്ത രീതിയിലുള്ള കുറച്ച് ഹാർഡായിട്ടുള്ള ഫാബ്രിക് വേണം. അങ്ങനെ പിന്നെ ഇരിക്കുമ്പോൾ ഒരു കംഫർട്ടബിലിറ്റി, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണല്ലോ നമ്മൾ മേടിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു ഇങ്ങനെ ഈ ഒരു ഡൈനിങ് ടേബിൾ തപ്പിയെടുക്കാനായിട്ട്. ഒരു ഓൾമോസ്റ്റ് 1 മന്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോകുമല്ല, പക്ഷേ എന്നാലും ഒരു 6 to 7 ഷോപ്സ് എങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ഫൈനൽ ചെയ്തത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മേടിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി മേടിച്ചു, നമുക്ക് അപ്പം തന്നെ സാധനം കിട്ടി. അപ്പോൾ അതിന് ചിലപ്പോൾ ഒത്തിരി ഒരു വാല്യൂ കാണത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ സമയമെടുത്ത് നോക്കി കുറേ കടകളിലൊക്കെ പോയി എന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണം മേടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഇച്ചിരിയോടെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളാണ് വരുന്നത്. അതിൽ നമ്മളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഒരു 80 to 90% നമുക്ക് എന്തൊക്കെയായിരുന്നു റിക്വയർമെൻറ്റ്സ് ഉള്ളത് അതെല്ലാ റിക്വയർമെൻറ്റും മീറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ജാനുവരി ഫസ്റ്റ് ആയിട്ട് നമുക്ക് പുതിയൊരു ഫർണിച്ചർ ഡെലിവർ നമ്മുടെ വീട്ടിലേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഫർണിച്ചറിന്റെ വണ്ടി എത്തി. ലിവിംഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഡൈനിങ് ടേബിളും അതിന്റെ സ്റ്റാൻഡും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു അവർ കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ജോയിൻ ചെയ്ത് തന്നത്. മാറുന്നത് ഇങ്ങനെ കണ്ണു വീഴ്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, എല്ലാത്തിനും പേടിയാ. ഡോണ്ട് വെരി, മമ്മ ഈസ് ഹിയർ. Bench over here. So finally the first furniture, that the table has arrived on the new year. Happy new year to you all. And only the table is so nice, I love it, but it's looking so good and so authentic, antique wise. I love this chair, so nice, because you know I'm showing you on the other side. So if I sit here, the thing I love about this chair is, if you see from my back side, this has an angle, such a beautiful angle to sit like this and relax. So this bench doesn't rock, like you know, there are some benches you sit on the end, this comes up. It has a sturdy feet. It's good. We bought it from Living Spaces. Yeah, this is a very good furniture. I think so we made a very good deal starting of the new year. So many great lunches ahead. അങ്ങനെ ഒരു ഫർണിച്ചറൊക്കെ വെച്ച് പോയതിന് ശേഷം ഞാൻ പോയി ബാക്കി റെഡി ആവാനായിട്ട് പോയി, ജ്വല്ലറി ഒക്കെ ഇട്ട്. അപ്പോൾ ഏത് ജ്വല്ലറി വേണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഓഫ് വൈറ്റ് പേളിൻ്റെ ഒരു ചുറ്റിനും ഓഫ് വൈറ്റ് പേളാണ്. അപ്പം അത് ഈ ഒരു ഡിസൈൻ ആയിട്ട് ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഫൈനലി ഇത് തന്നെ എടുത്തു. മാത്രമല്ല മറ്റേത് അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഒരു ഡിസൈൻ എനിക്ക് ഓൾറെഡി ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനത് എടുക്കുന്നില്ല. അപ്പം ന്യൂ ഇയർ ആയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പുതിയ ജ്വല്ലറി ഒക്കെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഒരു നല്ല തുടക്കമാകട്ടെ അല്ലേ. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര ലൂസായി, എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ലഞ്ച് പൊട്ടറ്റോ സ്റ്റൂവും അപ്പവുമാണ്. ബീഫും കപ്പ ബിരിയാണിയും ഉണ്ട്. അത് വൈകുന്നേരത്തേന് ഉണ്ടാക്കാനായിട്ടുള്ള പ്ലാനാണ്. ശ്രീ ഇല്ല ഇവിടെ, ശ്രീ അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാനായിട്ട് പോയിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ലഞ്ചിന്
അപ്പം പൊട്ടറ്റോ സ്റ്റൂ. ഈ പൊട്ടറ്റോ പീലർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം പ്രഷർ കൊടുക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് അത് പീൽ ചെയ്ത് കിട്ടും. അപ്പത്തിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സൈഡിലൂടെ ബീഫിനുള്ള മസാല എല്ലാം റെജി റെഡി ആക്കുന്നുണ്ടായിരുന്നു. അപ്പം സ്റ്റൂ. നല്ല ഹീറ്ററിന്റെ ചോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. First class. Nice. Very good. പൊട്ടറ്റോ കുറച്ച് അധികം വെന്ത് പോയി. അടുത്ത ദിവസം ഇത്ര ഷീറ്റ് ചെയ്തല്ല. That's okay. ഇതിനകത്ത് ഉടച്ചല്ലേ കിട്ടുന്നത് അല്ലേ? ആ, I don't mind. ചാറ് നല്ല തിക്ക് നല്ല തിക്ക് ക്രീമി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അപ്പത്തിൻ്റെ കൂടെ ഈ ഒരു പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കിയാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ എല്ലാം കൂടി ഇട്ട് ഒരു ഷീറ്റ് അടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് എൻജോയ് ചെയ്യട്ടെ. നോർമലി നമുക്ക് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെയുള്ള ഷോപ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീസണിലേക്കുള്ളത് ആ സമയത്ത് വിറ്റ് പോയില്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു നല്ല സെയിലിടും. അപ്പോൾ അങ്ങനെ സെയിലിൽ എടുത്തിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ്. 1-2 സെയിലിലല്ല, പക്ഷേ ഈ ഒരു പാൻ, ഇത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അയൺ അല്ലേ ഇതിൻ്റെ? കാസ്റ്റ് അയൺ ആണ് ഇതിന്റെ ബേസ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ എത്രയും $9 ജെസി പെന്നിന്ന് എടുത്തത്. നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ കളർ മാത്രമേ ഉള്ളൂ ഇതിന്. ഇത് കളറിന് മാത്രമേ ഉള്ളൂ. എടുത്ത് കാണിക്കാം. ഇത് നമ്മളുടെ ദോശക്കല്ല് പോലത്തെ നല്ല കട്ടിയുള്ള കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനത്തെ കാസ്റ്റ് അയണിനകത്ത് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും, സാധാരണ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണേക്കാട്ടിലും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഹെവിയാണ്. അയ്യോ, ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, അത്ര ഹെവിയാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ ആരും വാങ്ങിയില്ല. കുറേ പീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അവർ സെയിലിട്ടാന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി ഒരെണ്ണം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി നല്ല ഹെവിനെസ് ആണ്, നമ്മൾക്ക് പാത്രമൊക്കെ കഴുകാൻ നേരത്തെ ബുദ്ധിമുട്ടാവും. പക്ഷെ ദോശ ചുട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കഴുകാൻ ഞാനുണ്ടല്ലോ. അതെ. ഇനി അടുത്തത് ഈ ഒരു പാത്രമാണ്. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത്? ടോർട്ടിലാസ് എഴുതിയിരിക്കുന്നത്, അതായത് ഇവിടുത്തെ ചപ്പാത്തി. അപ്പൊ നമുക്ക് ചപ്പാത്തി, അപ്പം, ദോശയൊക്കെ വെക്കാനായിട്ട് കൊള്ളാം. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് കാരണം എടുത്തതാ. പിന്നെ ഇങ്ങനത്തെ ഒരു പാത്രം എൻ്റെ കയ്യിൽ ഇല്ലാന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ടുകൂടി എടുത്തതാ. അപ്പൊ നമുക്ക് ഇതിനകത്ത് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടിടാം. ഇത് നമ്മളുടെ നമുക്ക് ഇങ്ങനെ ചെറിയ ഇങ്ങനെ എന്താ പറയുക, മോട്ടർ ആൻഡ് പിസിലുണ്ടല്ലോ, നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വയ്ക്കുന്നത്. എൻ്റെ ഒരു ചെറുതുണ്ട് ഇത്ര ഉള്ളത്. പക്ഷെ ഇത്രയും വലുത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഇത് മേടിക്കാനായിട്ട്. ഞാൻ എണീറ്റ് കിട്ടെ, ഇത് കാണിക്കണമെങ്കിൽ, ഇത് എടുക്കണമെങ്കിൽ തന്നെ എനിക്ക് എണീറ്റ് എന്നാലേ പറ്റുള്ളൂ. ഷേപ്പ് നോക്കി ഇങ്ങനെ വെച്ച് നല്ല പിടിക്കാൻ നല്ല ഗ്രിപ്പ് കിട്ടും, ഇങ്ങനെ ഇടിക്കാൻ. ദേഷ്യം വരുമ്പോൾ ഞാൻ 2 മുളക് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ 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 ഇടിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒച്ച കേൾക്കുമ്പോൾ മനസ്സിലാക്കണം എത്രത്തോളം ദേഷ്യം ഉണ്ടത്. ഹെവിയാണ് കേട്ടോ. പക്ഷേ ഇത് നോക്കി, ഇതിൻ്റെ അടിയിൽ നല്ല മട്ടമുണ്ട്. ഇങ്ങനത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി നല്ലതായിരിക്കും, ഇങ്ങനെ ഇടിച്ചു കൂട്ടിയൊക്കെ ഉണ്ടാക്കുന്നത്.
എനിക്ക് അങ്ങനത്തെയൊക്കെ നാടൻ ഇടിച്ചു കൂട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി തൊട്ട് ഇതായിരിക്കും നമ്മളുടെ ചമ്മന്തി ഉണ്ടാക്കുന്ന സാധനം. അപ്പം നമ്മൾ 2-3 പ്രൊഡക്റ്റ് കാണിച്ചതിന് ശേഷം അതിനിടയ്ക്ക് അത് കഴിഞ്ഞൊരു ബ്രേക്ക് വന്നായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും വൈകുന്നേരമാണ് രാത്രി നമ്മൾ ഡിന്നർ ടൈമിൽ വീണ്ടും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു, പിന്നെ പോയി കിടന്നു ഇച്ചിരി ഉറങ്ങി, ആൻഡ് ദെൻ ഒരു മൂവിയൊക്കെ കണ്ടു, പിന്നെ ഡിന്നറൊക്കെ ഉണ്ടാക്കി, എന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ നല്ല സെയിൽ വരും. അപ്പോൾ അങ്ങനെ സെയിൽ വന്നപ്പോൾ ഞാൻ എടുത്ത ഒരു ഡിന്നർ പ്ലേറ്റ് ആണ്. അപ്പം അടുത്ത വർഷത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇപ്പോഴേ സെയിലിലുള്ളത് മേടിച്ച് വെച്ചതാണ്. എന്തായാലും ഇന്നത്തെ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഈ പ്ലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ്. അപ്പം ന്യൂ ഇയറിൻ്റെ ജാനുവരി 1 ആയിട്ട് നമ്മളിന്ന് കപ്പയും ബീഫുമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്ലേറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലേറ്റാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ എത്ര ഭംഗിയാന്നുള്ളത് അല്ലേ? നമ്മൾ ക്രിസ്മസ് തീമിലാണ്, അതിൻ്റെ ഇലയും പൂവും കായും എല്ലാമുള്ള ഒരു അടിപൊളി പ്ലേറ്റ്. അങ്ങനെ കപ്പയും ബീഫ് കറിയും റെഡിയായി. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബീഫിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ആവില്ല കേട്ടോ ഇവിടുത്തെ റെഡ് മീറ്റിന്. പക്ഷേ നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞാനിത് ഉച്ചയ്ക്കായിരുന്നു ആക്ച്വലി കപ്പ ബിരിയാണിയും അപ്പോ സ്റ്റൂ ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ടേബിൾ വന്ന കാരണം കൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് അതിനെ സ്പ്ലിറ്റാക്കി 2 ടൈമിലായി. कप्पा थोड़ा सख्त है कप्पा ना. I thought but it's okay. ഫ്രോസൺ കപ്പയാണ് നമ്മൾ മറ്റേ കപ്പ മേടിച്ചുകൊണ്ട് വരുന്നതിനെക്കാട്ടിലും ഇവിടെ നല്ലത്. മറ്റേ കപ്പ മേടിച്ചുകൊണ്ടൊന്നും അറിയാൻ പറ്റില്ല നല്ലതാണോ ഇല്ലയോ. ഫ്രോസൺ കൊണ്ടുവന്ന അറ്റ്ലീസ്റ്റ് സം ഗ്യാരണ്ടി. ഒരപ്പം ഉണ്ടോ? ആർക്കാ വേണ്ട? ആർക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഷെയർ ചെയ്യാം. Wish you all a happy year ahead. See you next time with another video. Till then, bye bye.